ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറച്ചിന്റെ ലീഡർമാരുടെ അവസ്ഥയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു ഹൈറച്ചിന് ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഫ്രീസിങ്ങിന് കാരണമായിട്ട് ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് മുൻ റിട്ടയർഡ് SP കൊടുത്തിരിക്കുന്ന കേസാണ്. അത് പോലീസ് കേസായി മാറുകയും അത് ബഡ്സിൻ്റെ കോമ്പറ്റൻ്റ് അതോറിറ്റി അത് പരിശോധിക്കുകയും ഫ്രീസിങ്ങിന് ഓർഡർ ഇടുകയും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തൃശ്ശൂർ ജില്ലാ കലക്ടർ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും ആസ്തികളും ഒക്കെ തന്നെ ടെമ്പററി അറ്റാച്ച്മെൻറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടുകൾ കോടതിയിലേക്ക് കൊടുത്തതാണ് ഇപ്പോഴത്തെ ഈ ഒരു മരവിപ്പിന് കാരണമെന്ന് ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ വിചാരിക്കുന്നത് അതൊന്നും വലിയൊരു കാര്യമല്ല. നമ്മുടെ മുൻ MLA അനിൽ അക്കരെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അനിൽ അക്കരെ പണം വാങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി ED കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇതൊക്കെ എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ഇതൊന്നുമല്ല. കണ്ണൂരിലെ പയ്യന്നൂരിലുള്ള ഒരു കൂട്ടം ലീഡർമാർ, പയ്യന്നൂർ മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക ലീഡർമാരും, അതിൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്, അവരെല്ലാവരും വിചാരിക്കുന്നത് മറ്റ് നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതിൽ ഫിജി കാർട്ടുണ്ട്, മൈ ലൈഫ് സ്റ്റൈൽ ഉണ്ട്, മോഡി കെയർ ഉണ്ട്, അങ്ങനെയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ ഒരു ചാത്തൻ സേവ നടത്തുന്ന ആൾക്കാരെ കണ്ട് കൂടോത്രം ചെയ്തിട്ടാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നാണ്. അപ്പോൾ അവർക്ക് ഈ ബഡ്സ് ആക്ടോ അല്ലെ PMLA കേസോ ഈ മണി ചെയിനോ അതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. അതൊന്നല്ല കാരണം. അവരുടെ ഈ ഒരു തളർച്ചക്ക് ഇങ്ങനെ ബ്ലോക്ക് ആവാൻ കാരണം കൂടോത്രം മാത്രമാണ് എന്നാണ്. അപ്പോൾ അതിന് എതിർ കൂടോത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അമ്പലങ്ങളിൽ നേർച്ചകൾ ചെയ്യുകയാണ്. ഇങ്ങനെ കൂടോത്രം ചെയ്യുന്നവരെ കണ്ട് ഇതിൻ്റെ ആ ഒരു ചാത്തനെതിരെയുള്ള എതിർ കൂടോത്രങ്ങൾ ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ പൈസ കൊടുക്കുന്നു, അതിനുള്ള പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു, മുട്ടയിൽ കൂടോത്രം ചെയ്യുന്ന പോലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ വളരെ സീരിയസ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അവരോടാണ് നിങ്ങൾ ഇത് തട്ടിപ്പാണെന്നും നിങ്ങൾ കേസ് കൊടുക്കണമെന്നും ഇത് ബഡ്സ് അതോറിറ്റി കേസ് എടുത്തിട്ടുണ്ടെന്നും ഇത് നിയമവിരുദ്ധമാണ് ഈ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെന്നും പ്രൊജക്റ്റുകളൊക്കെ മണി ചെയിൻ ആണെന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലീഡർമാരുടെ എന്താ പറയല്ലേ. അപ്പോൾ അവർ ഇന്നും കൂടി അമ്പലങ്ങളിൽ ഇതിൻ്റെ ആ ഒരു ചാത്തൻ്റെ ശക്തി ക്ഷയിക്കാൻ വേണ്ടിയിട്ട് പൂജകൾ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനകളിൽ ഒരുപാട് ലീഡർമാർ, ഒരാളുടെ മാത്രം കാര്യമല്ല ഇത്, ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഫിജീഷും മറ്റ് ആൾക്കാരും ഒക്കെ തൃശ്ശൂരിൽ ഒരു ഇതേപോലെയുള്ള കൂടോത്രം ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ പ്രശ്നം തീരുമാനമാവില്ല, നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കണ്ടിട്ട് കാര്യങ്ങൾ നോക്കിക്കോളൂ എന്നാണ് തൃശ്ശൂരുള്ള ഇതുപോലെ ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത്. എന്നാൽ അവർ ശ്രമം നിർത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർ കണ്ണൂർ ജില്ലയിലെ ഇതുപോലെയുള്ള ആൾക്കാരെ തേടിപ്പിടിച്ച് ഇതിനുള്ള പരിഹാരക്രിയകൾ ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇവർ ഒരു കൂട്ടം നരബലിക്കും ഇവർ മുതിരുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ജാഗ്രതയായിട്ട് ഇരിക്കുക. ഇനി അടുത്ത നരബലിയുടെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കാം. ബൈ.